ചലച്ചിത്രാനുഭവം സമ്മാനിച്ച് ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ദൃശ്യാവിഷ്കാരമൊരുക്കി മറ്റം സെന്റ് തോമസ് ഫൊറോനയിലെ വിശ്വാസികൾ. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിലെ സാന്റോം യൂത്ത് മിനിസ്ട്രിയുടെ നേതൃത്വത്തിലാണ് മികവുറ്റ രീതിയിലുള്ള ദൃശ്യാവിഷ്കാരം ഒരുക്കിയത്. ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായി മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ നിന്ന് ആരംഭിച്ച നഗരി കാണിക്കൽ പ്രദക്ഷിണം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ എത്തിയതിനു ശേഷമാണ് ദൃശ്യാവിഷ്കാരം അരങ്ങേറിയത്. യഹൂദ പടയാളികൾ പിടികൂടി ക്രിസ്തുവിനെ പിലാത്തോസിന്റെ അരമനയിലെത്തിച്ചതു മുതലുള്ള ചരിത്ര പശ്ചാത്തലമാണ് ദൃശ്യാവിഷ്കാരത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ലെന്ന് പറഞ്ഞ് കൈകഴുകിയ പിലാത്തോസിന്റെ അരമന മുതൽ കാൽവരി മല വരെ കുരിശും വഹിച്ചുള്ള ദൈവപുത്രന്റെ യാത്രയും പടയാളികളുടെ കൊടിയ മർദ്ദനത്തെ തുടർന്ന് പാതയോരങ്ങളിൽ വീണുപോകുന്നതും ശിമയോൻ കർത്താവിന്റെ കുരിശു വഹിച്ച് സഹായിക്കുന്നതും രക്തം വാർന്ന മനുഷ്യപുത്രന്റെ മുഖം വെറോനിക്ക തുടച്ചുകൊടുത്തതും ഉൾപ്പെടെയുള്ള ചരിത്ര നിമിഷങ്ങൾ യൂത്ത് മിനിസ്ട്രി ഒരുക്കിയ ദൃശ്യാവിഷ്കാരത്തിൽ ഉൾപ്പെട്ടിരുന്നു. രണ്ടു കള്ളന്മാർക്കിടയിൽ മരക്കുരിശിൽ കൈകളിലും കാലിലും ഇരുമ്പാണികളാൽ തറയ്ക്കപ്പെട്ട് കിടക്കുന്ന യേശു ദാഹജലം ചോദിക്കുന്നതും പടയാളികൾ കുന്തം ഉപയോഗിച്ച് ആക്രമിക്കുന്നതും ഒടുവിൽ മരണത്തിന് കീഴടങ്ങുന്നതും ഒരു സിനിമ കാണും പോലെ ആസ്വദിക്കാവുന്ന വിധത്തിലായിരുന്നു ആവിഷ്കരിച്ചിരുന്നത്. വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ഫാദർ ജിയോ വേലൂക്കാരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ദൃശ്യാവിഷ്കാരം സംഘടിപ്പിച്ചത്.